നാരായണീയം ദശകം 3 ഭക്തിപ്രാർത്ഥന. ഭക്തിയോഗത്തിൻ്റെ സവിശേഷത, ഭക്തന്മാരുടെ വകഭേദങ്ങൾ എന്നിവ ഈ ദശകത്തിൽ പ്രതിപാദിക്കുന്നു. പഠന്തോ നാമാനി പ്രമദപരസിന്ധൗ നിപതിതാ സ്മരന്തോ രൂപം തേ വരദ കഥയന്തോ ഗുണകഥാ ചരന്തോ യേ ഭക്താസ്ത്വയി ഖലു രമന്തേ പരമമൂൻ അഹം ധന്യാൻ മന്യേ സമധിഗത സർവാഭിലഷിതാൻ. അല്ലയോ വരദായകനായ ഭഗവാനെ, അങ്ങയുടെ നാമങ്ങളെ പ്രകീർത്തിക്കുന്നവരും അങ്ങനെ സന്തോഷസമുദ്രത്തിൽ പതിക്കപ്പെട്ടവരും അങ്ങയുടെ കോമള വിഗ്രഹത്തെ ഭജിക്കുന്നവരും ബഹുവിധ ഗുണങ്ങളെ വർണ്ണിച്ചു പറയുന്നവരും അലഞ്ഞു നടന്ന് അങ്ങയുടെ സ്മരണയൊന്നിനാൽ മാത്രം ആനന്ദിക്കുന്നവരും തന്മൂലം സർവേച്ഛകളും സാധിച്ചിട്ടുള്ളവരുമായ അങ്ങയുടെ ഭക്തന്മാർ ഭാഗ്യവാന്മാരാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗതക്ലിഷ്ടം കഷ്ടം തവ ചരണസേവാരസഭരേ പ്യനാസക്തം ചിത്തം ഭവതി ബത വിഷ്ണോ കുരുദയാം. ഭവൽപാദാംഭോജ സ്മരണരസികോ നാമ നിവഹാ നഹം ഗായം ഗായം കുഹചന വിവത്സ്യാമി വിജനേ. ഹേ വിഷ്ണു, രോഗങ്ങളാലും ക്ലേശങ്ങളാലും പീഡിതമായിരിക്കുന്ന എൻ്റെ മനസ്സ് അങ്ങയുടെ ചരണസേവാനന്ദം ആസ്വദിക്കാൻ പോലും ആസക്തിയില്ലാത്തതായി തീർന്നിരിക്കുന്നു. കഷ്ടം, എന്നോട് ദയ കാണിക്കണമേ. അങ്ങയുടെ പാദാംബുജ ധ്യാനത്തിൽ നിന്നുണ്ടാകുന്ന ആനന്ദം അനുഭവിച്ച് അങ്ങയുടെ നാമഗുണങ്ങളെക്കുറിച്ച് വാഴ്ത്തിപ്പാടി ഏതെങ്കിലും വിജനമായ ഒരിടത്ത് ഞാൻ ഏകനായി ജീവിച്ചുകൊള്ളാം. കൃപാദേ ജാതാചേത് കിമിവ നഹി ലഭ്യം തനുപ്രതാം മദീയ ക്ലേശൗഖ പ്രശമനദശാ നാമ കിയതി നഖേ കേ ലോകേസ്മിൻ അനിശമയി ശോകാഭിരഹിതാ ഭവൽ ഭക്താ മുക്താ സുഖഗതിമസക്താ വിദധതേ. അങ്ങയുടെ കാരുണ്യമുണ്ടെങ്കിൽ ശരീരികൾക്ക് എന്തു തന്നെ നേടാൻ കഴിയുകയില്ല. എൻ്റെ ക്ലേശഭാരങ്ങൾ ശമിപ്പിക്കുക എന്ന സ്ഥിതി വളരെ ലഘുവായതാണ്. ഹേ ഭഗവാനെ, ഈ ലോകസുഖങ്ങളിൽ അനാസക്തരായ അങ്ങയുടെ എത്രയോ ഭക്തന്മാർ ശോകവ്യഥകൾ കൂടാതെ മോക്ഷം നേടി പരമസുഖത്തെ പ്രാപിച്ചിരിക്കുന്നു. മുനിപ്രൗഢാരൂഢ ജഗതി കലഗൂഢാത്മഗതയോ പവൽപാദാംഭോജ സ്മരണവിരജോ നാരദമുഖ ചരന്തീശ സ്വൈര്യം സതത പരിനിർഭാതപരജേത് സദാനന്ദാദ്വൈത പ്രസര പരിമഗ്ന കിമപരം. അല്ലയോ ഈശ്വര, വിശ്വപ്രസിദ്ധരായ നാരദാദി മുനിശ്രേഷ്ഠന്മാർ അങ്ങയുടെ പാദാംബുജ സ്മരണയൊന്നിനാൽ മാത്രം ശോകങ്ങളിൽ നിന്ന് വിമുക്തരാവുകയും ഗൂഢമായ ആത്മജ്ഞാനത്തോടെ നിരന്തരം പരിലസിക്കുന്ന ബ്രഹ്മാനന്ദ രസപ്രവാഹത്തിൽ നിമഗ്നരായി സൂര്യം സഞ്ചരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഭക്തിയിൽ നിന്നും ഇതിലധികം എന്തു വേണം? ഭവൽ ഭക്തി സ്പീത ഭവതു മമ സൈവ പ്രശമയേ ദശേഷ ക്ലേശൗഖം ന ഖലു ഹൃദി സന്ദേഹകണിക ന ചേദ്യാസോക്തിസ്തവ ച വചനം നൈകമവചോ ഭവേത് മിഥ്യാരഥ്യാ പുരുഷവചനപ്രായമഖിലം.
അങ്ങയുടെ നേരെ എനിക്ക് വർദ്ധിച്ച ഭക്തി ഉണ്ടാകട്ടെ. അത് എൻ്റെ എല്ലാ ക്ലേശങ്ങളെയും ശമിപ്പിക്കും. അതിനെപ്പറ്റി ഹൃദയത്തിൽ ഒട്ടും സംശയമില്ല. അങ്ങനെയല്ലെങ്കിൽ പുരാണകർത്താവായ വ്യാസന്റെ വചനങ്ങളും അങ്ങയുടെ ഉപദേശങ്ങളും വേദവിഹിതങ്ങളായ വാക്കുകളും എല്ലാം തന്നെ അജ്ഞന്മാരുടെ വാക്കുകൾ പോലെ അസത്യമായി ഭവിക്കും. ശ്രീഹരേ നമഃ.